ഹായ് ഓൾ, എല്ലാവർക്കും മെലിസ വേറിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് ഡെയിലി യൂസിന് പറ്റുന്ന കോട്ടൻ്റെ മെറ്റീരിയൽസ് ആണ്. ഡിഫറെൻറ്റ് കളറും ഡിഫറെൻറ്റ് പാറ്റേൺ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. അപ്പോൾ നമുക്കത് ലൈനിങ് ഇല്ലാണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അത്യാവശ്യം കട്ടിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലൈനിങ് നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് ഡെയിലി യൂസിന് എപ്പോഴും ഉപയോഗിക്കുന്ന ലൈനിങ് ഇല്ലാത്ത മെറ്റീരിയലൊക്കെ ആണല്ലോ, അപ്പോൾ അതുപോലെ ഉപയോഗിക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളൊരു തരം നല്ല കോട്ടനാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ഷെയ്ഡുകൾ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ്. പിങ്കും പീച്ചും ആഷും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഷോൾ വന്നിരിക്കുന്നത് ഇതാണ് ബോട്ടം. ബോട്ടത്തിൻ്റെ ഷോളിൻ്റെ പ്രിന്റ് വരുന്നത് സെയിം ആണ്. ഷോളിൻ്റെ എൻഡിൽ ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റ് ആഷും ബ്ലൂവും പിങ്കും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത്. ഇതിൻ്റെ ഷോൾ വരുന്നത് നേരത്തെ കണ്ട ഷോളിൻ്റെ സെയിം പോലെ തന്നെ ഇതാണ് ഷോൾ വരുന്നത്. ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതാണ്. ഇതിൻ്റെ എൻഡിലും ബോർഡർ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ്, അതായത് കറക്റ്റ് പറയണമെങ്കിൽ ഒരു ബ്രില്യൻറ്റ് ബ്ലൂയിഷ് ഷെയ്ഡാണ് വരുന്നത്. അതുമേ ഗ്രീനും വൈറ്റും ഫ്ലോറൽ പ്രിൻ്റ് ആയിട്ട് വരുന്ന പ്രിൻ്റ്. അതിൻ്റെ ഷോൾ വരുന്നത് നേരത്തെ കാണിച്ച പോലെ തന്നെ സെയിം പ്രിൻ്റ്. ബോട്ടം വരുന്നത് ഇത് നല്ല ലെങ്ത്തും ഉണ്ട്, വിടുത്തുള്ള ഷോളാണ്. അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് ഒരു ഷെയ്ഡ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ആംബർ ഷെയ്ഡാണ്. ആംബർ ഷെയ്ഡുമേ ക്രീം ചെറിയ പ്രിൻ്റാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഷോള് വരുന്നത് ഒരു ലൈൻ പാറ്റേൺ ആണ്. അതിൻ്റെ എൻഡിലും ഇങ്ങനെ ഒരു ബോർഡർ വരുന്നുണ്ട്. അതിൻ്റെ ബോട്ടം വരുന്നത് ഇതാണ്. ഇതും ഈ ഷോളിൻ്റെ സെയിം പാറ്റേൺ തന്നെയുള്ള ബോട്ടമാണ് വരുന്നത്. നെക്സ്റ്റ് നേരത്തെ കാണിച്ച പോലെ തന്നെ ഷെയ്ഡാണ്. ഈ പ്രിന്റിൽ മാത്രം ചെറിയ വ്യത്യാസം. ഇതൊരു ലീഫാണ്. നേരത്തെ സെയിം പാറ്റേൺ തന്നെ. ഇതിൻ്റെ ഷോള് വരുന്നതും ചെറിയ വ്യത്യാസമുള്ളൂ. നേരത്തെ തന്നെ ലൈൻ പാറ്റേൺ തന്നെയാണ്. എൻഡിൽ ബോർഡർ വരുന്ന പാറ്റേൺ ആണ്. ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഈ ഷോളിൻ്റെ സെയിം പ്രിന്റ് തന്നെയാണ് ബോട്ടത്തിൻ്റെ പ്രിന്റ് വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഷെയ്ഡ് വരുന്നത്. ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു നേവി ബ്ലൂവും സ്കൈ ബ്ലൂ ആണ് പ്രിന്റ് വരുന്നത്. ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ഷോള് വരുന്നത് 6 ആഗ് പാറ്റേണിൽ എൻഡിൽ ബോർഡറൊക്കെ ആയിട്ടുള്ള ഷോള്. ഇതിൻ്റെ ബോട്ടം വരുന്നത് നെക്സ്റ്റ് നേരത്തെ കാണിച്ച ആ സെയിം കളറിൽ തന്നെ വരുന്നതാണ്. ചെറുതായിട്ട് പ്രിന്റിലെ വ്യത്യാസം വരുന്നുള്ളൂ. ഒരു ജോമെട്രിക്കൽ പ്രിന്റാണ് ഇതുമ്മ വരുന്നത്. ഷോളുമ്മ വരുന്നത് എൻഡിൽ അതുപോലെ തന്നെ ബോർഡർ ഉണ്ട്. ഇതിൻ്റെ ബോട്ടം വരുന്നതും ഇതുപോലെയാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ബ്രൗണിൽ ചെറിയ പ്രിന്റ് വരുന്നത്, ക്രീം പ്രിന്റ്, ഒരു മാംഗോ പ്രിന്റ് ആണ് വരുന്നത്. അതിൻ്റെ ഷോള് വരുന്നത് ഈ പ്രിന്റിൽ ഇതിൻ്റെ എൻഡിലും ഇതുപോലെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം സെപ്പറേറ്റ് കാണിക്കാൻ വേണ്ടി ഇതുമ്പോൾ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തേക്കാണ്. ബോട്ടത്തിൻ്റെ പ്രിന്റ് വരുന്നത് സെയിം ഷോളിൻ്റെ പ്രിന്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് 1100 ആണ്. ഫ്രീ ഷിപ്പിംഗ് ആണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കോട്ടൺ ഷോളിലാണ് ഇത്ര സെറ്റുകളിലൊക്കെ കണ്ടത്. ഇനി 2 ടൈപ്പ് കാണിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ കോട്ടൺ ചുരിദാറിൽ തന്നെ ക്രോഷ്യ വരുന്ന ഷോളിൻ്റെ മോഡലാണ് കാണിക്കാൻ പോണത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. പിസ്ത ഗ്രീനുമേ യെല്ലോ വൈറ്റ് ബ്ലൂ ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന ചെറിയൊരു പ്രിന്റാണ് അതുമ്പോൾ വരുന്നത്. ഇതിൻ്റെ ഷോള് വരുന്നത് വൈറ്റുമ്മ കൂടുതലും ഒരു ലൈറ്റ് ബ്ലൂ പോലത്തെ ഷെയ്ഡാണ് കൂടുതലും വരുന്നത്. അതുപോലെ തന്നെ ബോർഡർ വരുന്നത് ഇതുപോലത്തെ തന്നെ ചെറിയ ഫ്ലോറൽ പ്രിന്റ് ബോർഡറിൽ വരുന്നുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്ത് ക്രോഷ്യയുടെ ലേസ് പോയിട്ടുണ്ട്. 4 ഭാഗത്തും പോയിട്ടുണ്ട്. കൂടാതെ ക്രോഷ്യയുടെ റൗണ്ട് ചെയ്തിട്ടുള്ള വർക്കും ഇതിൽ. അപ്പം നല്ല ലെങ്ത് ഉണ്ട്. അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആണ്. ഒരു ഷിഫോൺ ഷോൾ ഇടുന്ന അതേ എഫക്റ്റിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റണതാണ്. ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതിനോട് കൂടെ അറ്റാച്ച് ചെയ്തേക്കുന്നത്. കാരണം ബോട്ടം സെപ്പറേറ്റ് എടുത്ത് കാണിക്കാത്തത്. അപ്പോൾ ബോട്ടം വരുന്നത് ഈ ഷെയ്ഡ്, അതിലും ബോർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1350 ആണ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോമേ റെഡും വൈറ്റും ഒക്കെ മിക്സ് ചെയ്ത് തന്നെ ഒരു ചെറുതായിട്ട് ബ്ലൂവും ഷെയ്ഡ് വരുന്നുണ്ട്. അതിൻ്റെ ഷോൾ വരുന്നത് നേരത്തെ ഷോളിന് ചെറിയ റൗണ്ടിലുള്ള ക്രോഷ്യ ലേസിൻ്റെ വർക്കായിരുന്നു. ഇതിൻ്റെ വലിയ 3 ക്രോഷ്യയുടെ റൗണ്ട് വരുന്നുണ്ട് സെന്ററിലൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ താഴെ ഒരു ബോർഡർ വന്നിട്ട് ആ ബോർഡറുകളും അങ്ങനെ ക്രോഷ്യ ലേസ് റൗണ്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ബോർഡറിലും ക്രോഷ്യ ലേസ് 4 ഭാഗത്തുണ്ട്.
അപ്പോൾ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഷിഫോൺ ഷോളിന്റെ എഫക്റ്റോട് കൂടെ ഉപയോഗിക്കാം. അത്രയും സോഫ്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇതിന്റെ ബോട്ടത്തിന്റെ പ്രിന്റ് വരുന്നത്, ബോട്ടം ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തേക്കണതാണ് ഞാൻ എടുത്ത് കാണിക്കാത്തത്. ഇതാണ് ബോട്ടത്തിന്റെ പ്രിന്റ് വരുന്നത്. ഈ ഷോളിന്റെ സെയിം പ്രിന്റാണ് ബോട്ടത്തിന് വരുന്നത്. ഇപ്പൊ കാണിച്ച സെറ്റിന്റെ റേറ്റ് വരുന്നത് 1650 ആണ്. നേരത്തെ ഗ്രീൻ കാണിച്ചതിന്റെ 1350 ആണ്. ഇപ്പൊ ഇതിന്റെ റേറ്റ് വരുന്ന കുറച്ച് കൂടുതലാണ്. കാരണം അത് ക്രോഷ്യ ലേസിന്റെ വർക്ക് കുറച്ച് കൂടുതലുള്ളതുകൊണ്ടാണ് അതിന് 1650 വരുന്നത്. ഫ്രീ ഷിപ്പിംഗ് ആണ്. അതുപോലെ തന്നെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്ത ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ തുടർന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.